നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പുതുക്കാട് ഗൃഹനാഥ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു. കാഞ്ഞുപാടം പുതുക്കാടൻ മിനിയാണ് മരിച്ചത്. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 1ാം നിലയുടെ നിർമ്മാണോദ്ഘാടനവും കേരളോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. റിട്ടയർഡ് ബാങ്ക് മാനേജരിൽ നിന്ന് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് 13 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെള്ളിക്കുളങ്ങര മാവിൻ ചുവട തെക്കുംപുറം വീട്ടിൽ ജിൻസനെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. പുതുക്കാട് ഗൃഹനാഥ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു. കാഞ്ഞുപാടം പുതുക്കാടൻ 35 വയസ്സുള്ള മിനിയാണ് മരിച്ചത്. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭർത്താവ് വിനുവും മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലാണ്. സംസ്കാരം പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടത്തി. അന്നമനട ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 80 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 1ാം നിലയുടെ നിർമ്മാണോദ്ഘാടനവും കേരളോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കമിടുവാനും അത് പ്രാവർത്തികമാക്കുവാനും എല്ലാ മേഖലകളിലേക്കും കടന്നു വരുവാനും ജനങ്ങളുടേതായിട്ടുള്ള ആവശ്യകതകൾ, കുട്ടികളുടേതായിട്ടുള്ള ആവശ്യകതകൾ, വയോജനങ്ങളുടെ ആവശ്യകതകൾ, യുവജനങ്ങളുടെ ആവശ്യകതകൾ, പൊതു സമൂഹത്തിൻ്റെ ആവശ്യകതകളെല്ലാം ഇത് അന്നമനട ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതൊരാൾക്കും നിസ്സംശയം പറയാൻ കഴിയും എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, TK സതീശൻ, MU കൃഷ്ണകുമാർ, KA ബൈജു, മഞ്ജു സതീശൻ, MK ഹക്ക് തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയർഡ് ബാങ്ക് മാനേജരിൽ നിന്ന് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് 13 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെള്ളിക്കുളങ്ങര മാവിൻ ചുവട തെക്കുംപുറം വീട്ടിൽ ജിൻസനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. റിട്ടയർഡ് ബാങ്ക് മാനേജരായ കൊടകര ഗ്രീൻ നഗർ സ്വദേശി കടവി വീട്ടിൽ ആന്റണിയിൽ നിന്ന് ജിൻടെക് എന്ന സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ ഉയർന്ന പലിശ ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് 13 ലക്ഷം രൂപ നിക്ഷേപമായി സ്വീകരിച്ച് പലിശയോ നിക്ഷേപിച്ച തുകയോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജിൻസൺ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു തട്ടിപ്പ് കേസിലും വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു അടിപിടി കേസിലും പ്രതിയാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ദാസ് PK, GSI രാധാകൃഷ്ണൻ, GSCPO സജീഷ് കുമാർ, മഹേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ പവന് 94,520 രൂപയും ഗ്രാമിന് 11,715 രൂപയുമായി. കഴിഞ്ഞ ദിവസം 3 തവണ വിലയിൽ വ്യത്യാസം ഉണ്ടായി. രാവിലെ പവന് 2,400 രൂപ വർദ്ധിച്ച് 94,360 രൂപയിൽ എത്തിയിരുന്നു. ഉച്ചയോടെ 1,200 രൂപ കുറഞ്ഞ് 93,360 രൂപയായത്. വൈകിട്ട് വീണ്ടും വില 760 രൂപ വർദ്ധിച്ച് 94,120 രൂപയായി ഉയർന്നിരുന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് അഴിമതി ഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ LDF പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറ്റപത്രത്തിൽ അച്ചടിച്ചിറക്കിയ ഏതെങ്കിലും ഒരു കാര്യം വസ്തുതയുമായി ബന്ധമില്ലാത്തതാണ് എന്ന് ഇതുവരെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണവും വന്നില്ല. അതിന്റെ അർത്ഥം നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കുറ്റങ്ങളാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലം ഈ നാട് ഭരിക്കാൻ ഏൽപ്പിച്ച കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെയും നാടിനെയും മറന്നുകൊണ്ട് ചെയ്തത് എന്നതിന്റെ കുറ്റസമ്മതമാണ് അവരുടെ മൗനം എന്ന കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് UDF അച്ചടിച്ചിറക്കിയ പ്രകടന പത്രിക അവരുടെ കയ്യിൽ ഇപ്പൊ ഉണ്ടോന്നറിയില്ല.
എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പ്രകടന പത്രിക ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. CPI പൊയ്യ പഞ്ചായത്ത് സെക്രട്ടറി CN സുധാർജനൻ അധ്യക്ഷത വഹിച്ചു. CS രഘു, IS അക്ഷയ്, KC വർഗീസ്, ഡൊമിനിക് ജോമോൻ, KJ ഷൈമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അന്നമനട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. നൌഷാദ് വാളൂർ ഉദ്ഘാടനം ചെയ്തു. MH ഫൈസൽ അധ്യക്ഷനായി. സിദ്ദിഖ് അലി രങ്ങാട്ടൂർ, VA അബ്ദുൽ കരീം, PD ജോസ്, P നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ RSSന്റെ കേന്ദ്ര നേതാവ് വന്ന് പാലക്കാട് സ്കൂളിൽ പതാക ഉയർത്താൻ വന്നപ്പോ പ്രിൻസിപ്പൾ പറഞ്ഞു, ശരിയല്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, നാട്ടിലെ പൊതുപ്രവർത്തകരെല്ലാം ഉണ്ട്, അവര് ചെയ്യേണ്ട കാര്യം RSSന്റെ അഖിലേന്ത്യാ സെക്രട്ടറി വന്ന് ചെയ്താൽ അത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോ ഈ നാട്ടിലുണ്ടായതെന്താ? അയാൾ പറഞ്ഞു, ഞാൻ ഓഗസ്റ്റ് 15 മാത്രമല്ല, വീട്ടിൽ റിപ്പബ്ലിക് ദിനത്തിനും വരുന്നു പറഞ്ഞു. രണ്ടിനും വന്നു. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പാപ്പിനിവട്ടം വലിയകത്ത് വീട്ടിൽ ഫജർ സെയ്ദ് സലാമിനെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ആപ്പ് സംഘമാണ് പ്രതിയെ മതിലകത്ത് നിന്നും പിടികൂടിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ TN പ്രദീപൻ, ASI പ്രജീഷ്, സിവിൽ പോലീസ് ഓഫീസർ റിസ്വാൻ എന്നിവരും തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പ്രദീപ്, ASI ലിജു ഇയാനി, സിവിൽ പോലീസ് ഓഫീസർ ബിജു, സുർജിത്ത് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് ഗൃഹനാഥ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു. കാഞ്ഞുപാടം പുതുക്കാടൻ മിനിയാണ് മരിച്ചത്. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 1ാം നിലയുടെ നിർമ്മാണോദ്ഘാടനവും കേരളോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. റിട്ടയർഡ് ബാങ്ക് മാനേജരിൽ നിന്ന് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് 13 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെള്ളിക്കുളങ്ങര മാവിൻ ചുവട തെക്കുംപുറം വീട്ടിൽ ജിൻസനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.